ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ പോകുമ്പോൾ നമുക്ക് കഴിക്കുന്ന നമ്മുടെ ചോറിൻ്റെ കൂടെ അല്പം നമ്മളിത് വെച്ച് കഴിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്ടി വെച്ചു. ഞാൻ ഉണ്ടാക്കുന്ന മൺചട്ടിയിലാണ് വറക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ മൺചട്ടി തന്നെ വറുത്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചെറിയ കുഞ്ഞു സവാള ഉള്ളിയാണേ, അതാണ് അങ്ങനെ ആ ഒരു ഇത് കാണുന്നത്. ഞാൻ അരിഞ്ഞെടുത്തപ്പോൾ അങ്ങനെ തന്നെ നൈസായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പെട്ടെന്നാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ടു. നമ്മൾ നല്ലപോലെ ഇനി ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ നമ്മൾ കൊടുത്തു വിടുന്നതാണ്. അപ്പം ഞാനൊരു 2 തേങ്ങയുടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇളക്കി വന്നപ്പോൾ ഈ തേങ്ങ ഇട്ടതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഇതിനകത്ത് അധികം ഇളക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി ഞാനൊന്ന് മാറ്റി വെച്ചു. ചട്ടി മാറ്റി വെക്കുന്ന കുറച്ചും കൂടെ വലിയൊരു ചട്ടി എടുത്ത് വെച്ചു. അതിലിട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് കുറച്ച് നമുക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വറുത്ത് കോരുന്ന പരുവത്തിൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി ഇട്ട് കാശ്മീരി മുളകാകുമ്പോൾ നല്ലൊരു കളറും ഒക്കെ കിട്ടും. എരിവ് അധികം വേണ്ടാത്തവർക്ക് കാശ്മീരി ഉപയോഗിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2-3 വറ്റൽമുളകും കൂടെ വറുത്തിട്ട് അത് എരിവ് നല്ലോണം വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമേ. പിന്നെ 2 കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് നന്നപോലെ പൊടിച്ച് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലടച്ച് സൂക്ഷിക്കാം. അധിക നാൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ദൂരേക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴും പഠിക്കാനൊക്കെ പോകുമ്പോഴും ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എല്ലാം നന്നായിട്ട് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാനെടുത്തത് എന്തായാലും കറക്റ്റായിരുന്നു. അപ്പോൾ 2 തേങ്ങയുടെയാണ്, ഇത്രയേ ഉള്ളൂ. ഏകദേശം 1/4 കിലോയോളമേ വന്നിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.